आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लाസ്സിലേക്ക് ഏവർക്കും സ്വാഗതം। ओम प्रकाश वाल्मीकि की दलित कहानी शवयात्रा। पिछले कक्षा में हमने पढ़ा कि सूरज अपने घर पक्का बनाने की इच्छा से वो मिस्त्री के पास जाता है, मगर वो निराश होकर लौटता है। इसी बीच कलन की बेटी सलोनी को बुखार हो जाती है। वो बढ़ जाती है बुखार। कलन डॉक्टर के पास जाता है। उस गांव में एक डॉक्टर था। डॉक्टर अपने साथ घर आकर इलाज करने में मना करता है और कुछ गोलियां देता है, वे भी असरहीन थी। सलोनी की तबीयत ठीक नहीं है, इसलिए पूरी रात वे सब जागते हुए काटते हैं। सुबह शहर जाकर डॉक्टर को दिखाने के फैसला करता है। शहर वहाँ से 8-10 किलोमीटर था। आने जाने कोई मार्ग नहीं था और सुबह होते ही कल्लन अपनी पीठ पर लाद कर शहर की ओर पैदल जाते हैं और कल्लन की पत्नी भी वो सहारा देते हुए उसके पीछे पीछे चल रही थी। वे जल्दी से जल्दी शहर पहुंचना चाहते थे, लेकिन रास्ता काटने ही कट रहा था। इतना ही हम पिछले कक्षा में पढ़े थे। चलते हैं आगे की ओर। जैसे जैसे धूप चढ़ रही थी, सलोनी का जिस्म निठाल हो रहा था। അവർ നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സലോനി का जिस्म निठाल हो रहा था. സലോനിയുടെ ശരീരം ടയേർഡായിക്കൊണ്ടിരിക്കുകയായിരുന്നു. निठाल टायर्ड जिस्म എന്ന് പറഞ്ഞ ശരീരം. उसकी सांसें धीमी पड़ गई थी. शहर लगभग आधा किलोमीटर दूर रह गया था. അതുപോലെ സലോനിയുടെ ശ്വാസം ധീമി പड़ गई थी. ധീമി പടന എന്ന് പറഞ്ഞാൽ വളരെ നേരിയ ശ്വാസമാണ് ഇപ്പോൾ സലോനി എടുക്കുന്നത്. ഷഹർ ലഗ്ഭഗ് ആധാ കിലോമീറ്റർ ദൂർ രഹ് ഗയാ ത. അതുപോലെ തന്നെ സിറ്റി ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരത്തായിരുന്നു. ഇനിയും ഒരുപാട് പോകാനുണ്ട്, 1/2 കിലോമീറ്ററോളം. ചമാറുകളോട് കാളവണ്ടി ചോദിച്ചു, പക്ഷെ അവർ കൊടുത്തില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് സമ്പന്നരായ ചമാരുകൾ എവിടെ കാളവണ്ടി കൊടുക്കാനാണ്? ഒരു വീടുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ പലരുടെയും കാല് പോയി പിടിച്ചു, പലരെയും പോയി കണ്ടു, അഡ്വാൻസും കൊടുത്തു. പക്ഷെ എല്ലാവരും നമ്മുടെ സൂരജിയുടെ കുടുംബത്തോട് ദ്രോഹമാണ് ചെയ്യുന്നത്. താഴ്ന്ന ജാതിയിൽ ജനിച്ചുപോയ എന്ന ദ്രോഹം. ഇവിടെ മനുഷ്യത്വത്തിനല്ല വില എന്ന് നമുക്ക് മനസ്സിലാക്കി തരുകയാണ് ലേഖകൻ. അങ്ങനെ സ്വന്തം മകളെ പനി വന്നപ്പോൾ സ്വന്തം മകളെ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടറും വിദ്യാഭ്യാസ സമ്പന്നനായ ഡോക്ടറും ഇത് തന്നെയാണ് കള്ളനോട് അല്ലെങ്കിൽ സൂരജയുടെ കുടുംബത്തോട് ചെയ്തത്. വളരെ ദയനീയമായ അവസ്ഥയാണ്. വളരെ ദയനീയമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുടുംബം. अचानक कल्लन को लगा जैसे सलोनी का भार कुछ बढ़ गया है. അങ്ങനെ പെട്ടെന്ന് കള്ളന് തോന്നുകയാണ് സലോനിയുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറച്ചും കൂടി വർദ്ധിച്ചു എന്ന്. ബുഖാർ സെ തബത്ത ജിസ്മ ठंडा पड़ गया था. പനി കാരണം ശരീരമാകെ ചൂട് പിടിച്ചിരിക്കുകയാണ്. ആ ശരീരം ठंडा पड़ गया था, വളരെ തണുത്തതായിട്ട് മാറി. ചൂട് പിടിച്ച ശരീരം തണുത്തതായിട്ട് മാറി. അതുകൊണ്ടാണ് ഇവിടെ കള്ളന് അവളുടെ ശരീരം ഭാരമുള്ളതായിട്ട് തോന്നുന്നത്. ഉസ്നെ സരോജ് സെ കഹാ ദേഖോ തോ സലോനി ടീക് തോ ഹേ. അങ്ങനെ തൻ്റെ ഭാര്യയോട് സരോജിനോട് പറയുകയാണ് കള്ളൻ, ദേഖോ തോ സലോനി ടീക് തോ ഹേ, നോക്കൂ സലോനി ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം നമ്മുടെ കള്ളൻ്റെ പുറത്താണ്
വെച്ചിരിക്കുന്നത് നമ്മുടെ സലോനിയെ. സലോനി के शरीर में कोई स्पंदन ही नहीं था. അങ്ങനെ അവർ നോക്കിയപ്പോൾ സലോനിയുടെ ശരീരത്തിൽ ഒരു സ്പന്ദനവും ഒരു ഹൃദയസ്പന്ദനവും ഉണ്ടായിരുന്നില്ല. സ്പന്ദനം. സരോജ് ദഹാഡ് മാർക്കർ ചീക്ക് പടിയെത്തി. അത് കണ്ടപ്പോൾ സരോജ് ദഹാഡ് മാർക്കർ ചീക്ക് പടിയെത്തി, പൊട്ടിക്കരയാൻ, അലറിക്കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. ദഹാഡ് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയുക, ചീക്കന എന്ന് പറഞ്ഞാൽ അലറുക. അലറിക്കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. മേരി ബേട്ടി കോ ക്യാ ഹോ ഗയാ, ദേഖോ തോ യേ ഹിൽ ക്യൂ നഹി രഹി, ഉസ്നെ റോത്തെ ഹുവേ കഹ. അവർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എൻ്റെ മകൾക്ക് എന്താണ് സംഭവിച്ചത്? ഇവൾ ഇളകുന്നില്ല, അനങ്ങുന്നില്ല. ഹിൽന എന്ന് പറഞ്ഞാൽ അനങ്ങുക. കരഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്. കള്ളനെ സലോനി കോ പീഠ് സെ ഉതാർ കർ സടക്ക് കെ കിനാരെ ലിട്ടാ ദിയാ ത. അങ്ങനെ കള്ളൻ തൻ്റെ മകളെ സലോനിയെ പുറത്തുനിന്ന് ഇറക്കി റോഡിൻ്റെ അരികിൽ ലിട്ടാ ദിയാ ത, കിടത്തി. ലിട്ടാന എന്നാണ് കിടത്തുക. വ ഹതാശ ടകാസ ഖടാത്ത. വളരെ നിരാശയോട് കൂടിയാണ് നമ്മുടെ കള്ളൻ അവിടെ നിന്നത്. ആശ്ചര്യത്തോടു കൂടി, ടകാസ, അത്ഭുതത്തോടു കൂടി, ആശ്ചര്യത്തോടു കൂടി. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഉസ്കെ അന്തസ് മേ എക്ക് ഹടക്കപ്പ് സി മച്ച് ഗയി തി. കള്ളൻ്റെ അന്തസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, അന്തർ, എക്ക് ഹടക്കപ്പ് സി മച്ച് ഗയി തി, ഒരു പരിഭ്രാന്തി ഉണ്ടായി. ആകെ ഒരു പരിഭ്രാന്തി ഉണ്ടായി നമ്മുടെ കള്ളന്. 10 वर्ष की जीती जागती सलोनी उसके हाथों में ही मुर्दा जिस्म में बदल गई थी. 10 വർഷത്തോളം വളർത്തി വലുതാക്കിയ സലോനി उसके हाथों में ही मुर्दा जिस्म में बदल गई थी. അതായത് കള്ളൻ്റെ കൈകളിൽ വളർന്നു വലുതായ സലോനി കള്ളൻ്റെ കയ്യിൽ കിടന്നുകൊണ്ട് തന്നെ ശവശരീരമായിട്ട് മാറി. അതായത് ഇവിടെ സലോനി മരിക്കുകയാണ്. സലോനി അവരെ വിട്ടു പോവുകയാണ്. ആരാണ് കാരണം? നാം മനുഷ്യർ തന്നെ. അവിടുത്തെ മനുഷ്യർ തന്നെയാണ് കാരണം. സബ് കുച്ച് ആങ്കോ കെ സാമനെ ഘട്ടാത്ത. എല്ലാം കണ്ണിൻ്റെ മുമ്പിലാണ് സംഭവിക്കുന്നത്. വേ ജോർ സെ ചീക്കർ റോഹരയത്തെ. നമ്മുടെ കള്ളനും അദ്ദേഹത്തിൻ്റെ പത്നിയും വളരെ ശബ്ദത്തിൽ അലറിക്കരയുകയാണ്. രാസ്ത സുൻസാനത്ത. വഴിയാണെങ്കിൽ വളരെ സൈലൻ്റാണ്, സുൻസാൻ, ആരുമില്ല. അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി ആരുമില്ലാത്ത വഴികളിലൂടെയാണ്. ഉനക്ക് ചീക്കെ സുന്നേവാല ബി കോയി ദൂർ തക് നഹിത്ത. അവരുടെ അലറിയിട്ടുള്ള കരച്ചിൽ കേൾക്കാൻ പോലും ദൂർ തക് നഹിത്ത കോയി, ആരും ഉണ്ടായിരുന്നില്ല. ദൂരത്ത് പോലും ആരെയും കാണുന്നില്ല. വേ കാഫി ദേർ ഇസി തര ബൈട്ടെ റോത്തെ രഹേ. ഒരുപാട് സമയം അവർ ഇതുപോലെ ഇരുന്ന് കരയുക. ഉനെ സൂഞ്ച് ഹി നഹി രഹാത്ത ക്യാ കരേ. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു മാർഗം അവർക്ക് ഒന്നും തോന്നുന്നില്ല. सड़क के किनारे कच्चे रास्ते पर सलोनी के शव को लिए वे तड़प रहे थे. ആ റോഡിൻ്റെ അരികിൽ പാതി വഴിയിൽ, കച്ചേ രാസ്ത എന്ന് പറഞ്ഞാൽ പാതി വഴിയിൽ, സലോനിക്ക് ഷവക്കോലിയെ, സലോനിയുടെ ശവവുമായിട്ട് അവർ വേദനിക്കുകയായിരുന്നു, കരയുകയായിരുന്നു, പൊട്ടിക്കരയുകയായിരുന്നു. കാഫി ദേർ ബാദ് എക്ക് വ്യക്തി ഷഹർ കി ഓർ സെ ആത്താ ദിഖായി പട. അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഒരു വ്യക്തി നഗരത്തിലേക്ക് പോകുന്നതായിട്ട് അവർ കാണുന്നു. ഉനെ ഉമീദ് കി ജലക് ദിഖായി ദി. ആ വ്യക്തിയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ തിളങ്ങി. ജലക് ദിഖായി ദി, ഒരു പ്രതീക്ഷ ഉണ്ടായി. ഷായദ് ആനേവാല ഉനക്ക് കോയി മദത് കരേ. ഒരു പക്ഷേ ആ വരുന്ന വ്യക്തി അവരെ സഹായിച്ചാലോ, ഹെൽപ്പ് ചെയ്താലോ എന്നൊരു പ്രതീക്ഷ. രാഹ്ഗീർ ക്ഷൺ ഭർ ഉൻകെ പാസ് റൂക്ക. വഴിയാത്രക്കാരൻ, രാഹ്ഗീർ എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാരനാണ്.
ഒരു നിമിഷം അവരുടെ മുമ്പിൽ നിന്നു. ലേക്കിൻ ബിനാ കുച്ച് കഹേ ആകെ ബഡ് ഗയ. പക്ഷെ ഒന്നും പറയാതെ ആ വ്യക്തി മുന്നോട്ട് പോയി. അവരെ സഹായിച്ചില്ല. അവർ പ്രതീക്ഷ പോലെ ആ വ്യക്തിയും അവരെ സഹായിച്ചില്ല. ഇത് ആധുനിക കാലഘട്ടത്തിലും സംഭവിക്കുന്നതാണ്. നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്ന് കരുതുക, ആരും തിരിഞ്ഞു നോക്കില്ല. പലരും മൊബൈൽ ഉപയോഗിച്ച് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നും ആരും തയ്യാറല്ല. പേടിയാണ്. അത് തലയിലാകുമോ എന്നുള്ള പേടി. ഇത് പണ്ട് കാലം മുതലേ ഉള്ളതാണ്. ഇപ്പോഴും നിലനിൽക്കുന്നു. ഉത്തരഭാരതത്തിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും. നിമ്ന ജാതിയിൽപ്പെട്ടവരോട് മാത്രമല്ല ഇതുപോലെയുള്ള ക്രൂരത മനുഷ്യൻ ചെയ്ത് വരുന്നത്. എല്ലാവരോടും ചെയ്യുന്നുണ്ട്. ഷായദ് ഉസ്നെ ഉന്നെ പഹചാൻ ലിയാത്ത. ഒരു പക്ഷേ ആ വ്യക്തി അവരെ മൈൻഡ് ചെയ്യാതെ, ഒന്നും പറയാതെ, ഒന്നും ചെയ്യാതെ പോയത് അവരെ ഐഡൻറ്റിഫൈ ചെയ്തത് കാരണമാകാം. അവർ നിമ്നജാതിയിൽപ്പെട്ടവരാണ്, ബൽഹാറാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. ഉസി ഗാവ് കാത്ത. ആ വ്യക്തി ആ ഗ്രാമത്തിലുള്ളതായിരുന്നു. കള്ളൻ കോ ലഗ ഇൻസാൻ കി ജാത് ഹി സബ് കുച്ച് ഹേ. കള്ളന് തോന്നി ഇൻസാൻ കി ജാത്, മനുഷ്യൻ്റെ ജാതിയാണ് എല്ലാം, മനുഷ്യനേക്കാളും ജാതിയാണ് ഏറ്റവും വലുതെന്ന് കള്ളന് ഇവിടെ തോന്നുകയാണ്. തോന്നിപ്പോവും. മനുഷ്യത്വത്തിനോ മനുഷ്യനോ ഒരു വിലയുമില്ല, ജാതിക്കാണ് വില എന്ന് ആർക്കാണെങ്കിലും തോന്നിപ്പോവും. ഇവിടെ കള്ളനും അങ്ങനെ തോന്നുകയാണ്. आखिर वे उठे और बेटी का शव कंधों पर रखकर गांव की ओर लौट चले. അങ്ങനെ അവർ എഴുന്നേൽക്കുകയും ബേട്ടി ക ശവ് കന്തോ പർ റഖ്കർ, തൻ്റെ മകളുടെ ശവം തോളിൽ വെച്ചിട്ട് ഗ്രാമത്തിലേക്ക് അവർ നടക്കുകയാണ്, തിരിച്ചു പോവുകയാണ്. कंधों पर जितना बोझ था उससे कहीं ज़्यादा बोझ उनके भीतर समाया हुआ था. അദ്ദേഹത്തിൻ്റെ തോളിൽ എത്രത്തോളം ഭാരമുണ്ടോ അതിനേക്കാളും ഭാരം അദ്ദേഹത്തിൻ്റെ കള്ളൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഒരച്ഛൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവുന്നതാണ്. സ്വന്തം മകളുടെ ശവം തോളിലേറ്റി പോവുക എന്ന് പറയുമ്പോൾ ഒരുപാട് ഇതേപോലത്തെ അവസ്ഥകൾ ഉത്തരഭാരതത്തിലുണ്ടായിട്ടുണ്ട്. താഴ്ന്ന ജാതിയിൽപ്പെട്ടത് കാരണം ശവം സംസ്കരിക്കാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ആരും ഉണ്ടാവാത്ത ഒരുപാട് വാർത്തകൾ നമ്മൾ ഡെയിലി പത്രങ്ങളിൽ വായിക്കാറുണ്ട്, സ്വയം എടുത്തുകൊണ്ട് പോകുന്നത്. सलोनी के बचपन की किलकारियाँ रह रह कर उनकी स्मृतियों में कुलाचे भर रही थी. സലോനിയുടെ കുട്ടിക്കാലത്തെ ഓരോ കിൽക്കാരിയാം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ശബ്ദങ്ങളാണ്, അവളുടെ കുസൃതികൾ. രഹ്റഹ്കർ, അതിൻ്റെ ഓർമ്മകൾ, സ്മൃതിയോമേ, ഓർമ്മകളിൽ കുലാച്ചെ ബറഹിത്തി, നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ കുട്ടിക്കാലത്തെ ഓരോ കുസൃതി തരങ്ങളും ശബ്ദങ്ങളുമൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടാണ് കള്ളനും ഭാര്യയും ഇവിടെ ഗ്രാമത്തിലേക്ക് തൻ്റെ മകളുടെ ശവവുമായി പോകുന്നത്. भारी मन से वे सलोनी का शव उठाए गांव की ओर बढ़ रहे थे. रास्ता जैसे ख़त्म ही नहीं हो रहा था. വഴികൾ തീരുന്നുണ്ടായിരുന്നില്ല, ഗ്രാമത്തിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും സങ്കടത്തോടു കൂടിയാണ് അവർ പോകുന്നത്. जितना समय शहर के पास पहुंचने में लगा था उससे ज़्यादा घाव पहुंचने में लग रहा था. അതായത് എത്രത്തോളം ദൂരം നഗരത്തിലേക്ക് ഉണ്ടായിരുന്നോ അതിനേക്കാളും ദൂരം ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. കാരണം അത്രയും ദുഃഖത്തോടെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഒരിക്കലും എത്തില്ല. സരോജ് ക ഹാലത്ത് ബഹുത് ഹി ചിന്താജനക് തി. സരോജിൻ്റെ അവസ്ഥ വളരെ ചിന്താജനകമായിരുന്നു. വ സിർഫ് ഗിസട്ട് രഹി തി. അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇഴഞ്ഞുകൊണ്ടാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിസട്ടന എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങുക. അത്രയ്ക്കും ദുഃഖം അവരെ മനസ്സിലുണ്ട്. വളരെ മോശമായ അവസ്ഥയിലാണ് സരോജ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരച്ഛനും അമ്മയും. टूट तो कल्लन भी गया था लेकिन किसी तरह स्वयं को संभाले हुए थे. കള്ളൻ്റെ അവസ്ഥ മറ്റൊന്നുമല്ല,
തകർന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും. പക്ഷേ സ്വയം നിയന്ത്രിക്കുന്നുണ്ട്. ഒരച്ഛനായത് കാരണം നിയന്ത്രിച്ചേ പറ്റൂ. സരോജ് അധുമരി സി ഹോ ഗയി തി. സരോജ് പാതി മരിച്ച പോലെയാണ് ഇപ്പോൾ അവസ്ഥ. ഉസുസെ ചലാ നഹി ജാ രഹാ ത. നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവളുടെ അമ്മയ്ക്ക്. സലോനിയുടെ അമ്മ സരോജിൻ്റെ കാര്യമാണ് പറയുന്നത്. അച്ഛനും അതേ അവസ്ഥയാണ്, പക്ഷേ ദുഃഖം നിയന്ത്രിക്കുകയാണ് അദ്ദേഹം. സൂരജാനെ ഉനെ ദൂർ സെ ഹി ദേഖ് ലിയാ ത. അങ്ങനെ ഗ്രാമത്തിൽ എത്താനായി. സൂരജ അവരെ ദൂരത്തു നിന്ന് കാണുന്നുണ്ടായിരുന്നു. പെഹ്ചാനാത്തവനെ പാസ് ആനെ പർ ഹി. പക്ഷേ അവർ അടുത്തെത്തിയപ്പോഴാണ് അവരെ ഐഡൻറ്റിഫൈ ചെയ്തത്. ലേക്കിൻ ദൂർ സെ ആത്തി ആകൃതിയോ കോ ദേക്കർ ഉസ്നെ അന്താസ ലഗാ ലിയാ ത. പക്ഷേ ദൂരത്തു നിന്ന് അവരുടെ രൂപം കണ്ടിട്ട്, ആകൃതി, അദ്ദേഹം ഊഹിച്ചിരുന്നു. അന്താസ ലഗാ ലിയാ ത, ഊഹിച്ചിരുന്നു അവർ ആരാണെന്ന്. വെ ജിസ് തരഹ് സലോനി കോ ലാ രഹേ തെ ദേക്കർ ഉസ്കാ മാത്ത ഠനക. സലോനിയെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റി, അതായത് മാത്ത ഠനക്ന എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുക. അദ്ദേഹവും ആകെ ആശങ്കപ്പെട്ടു സലോനിയെ എടുത്തു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ. വ ഘർ സെ നിക്കൽക്ക് സടക് തക് ആ ഗയാ ത. അങ്ങനെ വീട്ടിൽ നിന്നിറങ്ങി റോഡ് വരെ എത്തി നമ്മുടെ സൂരജ. സലോനി കാ ശവ് ദേക്കർ വ സ്വയം ക നഹി സംഭാൽ പാ രഹാ ത. അങ്ങനെ സലോനിയുടെ ശവം കണ്ടപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. വ തടപ് ഉഠാ ത. അദ്ദേഹവും കരയാൻ തുടങ്ങി. ജമീൻ പർ ദോഹത്തട് മാർ മാർ കർ വ റോനെ ലഗാ ത. അങ്ങനെ നിലത്ത് രണ്ട് കൈയും അടിച്ച് കരയാൻ തുടങ്ങി. ദോഹത്തട് എന്ന് പറഞ്ഞാൽ നിലത്ത്, രണ്ട് കൈകളും അടിച്ചിട്ട് കരയുക. ജമീൻ പർ എന്ന് പറഞ്ഞാൽ നിലത്ത്. ദോഹത്തട് എന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഉപയോഗിച്ച് അടിക്കുക. കള്ളൻ കി ആങ്കോൻ സെ ബി ബേധാശ ആസു ബഹ് രഹേ തെ. അങ്ങനെ കള്ളൻ്റെ കണ്ണിൽ നിന്ന് വളരെ നിരാശ നിറഞ്ഞ, ബേധാശ നിറഞ്ഞ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. ഉൻക റോന ധോന സുൻകർ സന്തോബി ആകി. അങ്ങനെ ഇവരുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടിട്ട് അല്ലെങ്കിൽ കേട്ടിട്ട്, റോന ധോന കരച്ചിലും പിഴിച്ചിലും, സുൻകർ സന്തോയും അവിടേക്ക് വന്നു. ഉനെ ഢാണ്ടസ് ബാന്ധനെ വാല കോയി നഹി ത. അവർക്ക് ധൈര്യം കൊടുക്കാൻ, ഢാണ്ടസ് ബാന്ധന ധൈര്യം കൊടുക്കാൻ കോയി നഹി ത, ആരും ഉണ്ടായിരുന്നില്ല. शहर से लौटने में उन्हें वैसे ही समय ज़्यादा हो गया था. किसी को बुलाने के लिए भी समय नहीं था. നഗരത്തിലെത്താൻ നേരത്താണ് അവർ ഇങ്ങനെ ഒരു ട്രാജഡി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമായി ഇവിടെ തിരിച്ചെത്താൻ. കിസിക്കോ ബുലാനയ്ക്ക് ലേ ബി സമയം നഹി ത. ആരെയും വിളിക്കാനും സമയം അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. रात भर इंतज़ार करने की स्थिति में नहीं थे. कल्लन चाहता था कि शाम होने से पहले ही दाह संस्कार हो जाए. ആരെയും കാത്തു നിൽക്കാൻ സമയമില്ല. രാത്രിയും പകലും ആരെയും കാത്തു നിൽക്കാൻ സമയമില്ല. കള്ളൻ ആഗ്രഹിക്കുന്നത് രാത്രിയാകുന്നതിന് മുന്നേ തന്നെ, നേരം ഒഴുകുന്നതിന് മുന്നേ തന്നെ ശവസംസ്കാരം, ദാഹസംസ്കാർ ഹോജായി, ശവസംസ്കാരം നടക്കണം എന്നാണ് കള്ളൻ ആഗ്രഹിക്കുന്നത്. ആരെയും വിളിച്ചു വരുത്താനുള്ള സമയമില്ല. ഒരുപാട് സമയം വൈകിയിരുന്നു. സലോനിക്ക് ശവക്കോ ദേഖുക സരോജ് ബാർ ബാർ ബേഹോഷ് ഹോ രഹി തി. സലോനിയുടെ ശവം കണ്ടിട്ട് നമ്മുടെ സലോനിയുടെ അമ്മ ബോധം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സമസ്യാത്തി ലക്കിടിയോക്കി. അടുത്ത ഇവരുടെ സമസ്യ എന്ന് പറയുന്നത് വിറക്. സംസ്കാരം നടത്തണമെങ്കിൽ വിറക് വേണം. ലക്കടിയോക്കി, അത് അവരെടുത്തില്ല. दाह संस्कार के लिए लकड़ियाँ उनके पास नहीं थी. ശവസംസ്കാരം നടത്താൻ വിറക് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സൂരജ और संतो लड़कियों का इंतज़ाम करने के लिए निकल पड़े थे. സൂരജയും സന്തോയും വിറക് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പുറപ്പെട്ടു. उन्होंने
ചമാറോं കെ ദർവാസെ പർ ജാക്കർ ഗുഹാർ ലഗായി തി. അങ്ങനെ അവർ വീണ്ടും ചമാരോകളുടെ വാതിലുകളിൽ പോയി മുട്ടാൻ തുടങ്ങി, സഹായം അഭ്യർത്ഥിച്ച്. ഗുഹാർ ലഗായി, സങ്കടത്തോടെ ദീനമായി അവർ വിറകിന് വേണ്ടിയിട്ട് ചമാരോകളെ ആശ്രയിച്ചു. സമ്പന്നരാണ് അവിടുത്തെ ചമാർ. ലേക്കിൻ കോയി ബി മദത് കർനെ കോ തയ്യാർ നഹി താ. പക്ഷെ ആരും സഹായിക്കാൻ തയ്യാറായിരുന്നില്ല. घंटा भर भड़कने के बाद भी वे इतनी लकड़ी नहीं जुटा पाए थे कि ठीक से दाह संस्कार हो सके. അങ്ങനെ മണിക്കൂറുകളോളം ഘണ്ടാ ഭർ ഭടക്കനയ്ക്ക് ബാദ് അലഞ്ഞ് നടന്നതിന് ശേഷം ഭടക്കന അലഞ്ഞ് നടക്കുക. വളരെ കുറച്ച് വിറക് മാത്രമേ അവർക്ക് ശേഖരിക്കാൻ സാധിച്ചുള്ളൂ. ശരിക്കും ശവസംസ്കാരം നടത്താൻ മാത്രമുള്ള വിറക് അവർക്ക് കിട്ടിയില്ല, ശേഖരിക്കാൻ സാധിച്ചില്ല. ഘർമേ ഉപ്പലെത്തി. ഇവരുടെ വീട്ടിൽ ഉപ്പല ഉണ്ടായിരുന്നു. ഉപ്പല എന്ന് പറഞ്ഞാൽ ചാണകം ഉണക്കിയിട്ടുള്ളത്. പണ്ടൊക്കെ ഗ്രാമത്തിൽ അത് ഉപയോഗിച്ചിട്ടാണ് കത്തിക്കാർ സംസ്കാരമൊക്കെ നടത്താറ്. ഉപ്പല എന്ന് പറഞ്ഞാൽ ചാണക വരളി എന്ന് പറയും, അല്ലെങ്കിൽ ചാണകം ഉണക്കിയത്. അത് ഇവരെ വീട്ടിലുണ്ടായിരുന്നു. വിറകില്ലെങ്കിൽ ഇതെടുക്കുക എന്നല്ലാതെ വേറെ മാർഗമില്ല. സന്തോനെ കഹ ലഡ്ക്കിയോക്ക് ജഗ് ഉപ്പല ഹി ലേ ജാവൂ. അങ്ങനെ സന്തോ പറയുകയാണ്, വിറകിന് പകരം നമുക്കിത് എടുക്കാം, ഉപ്പല എടുക്കാം, ഈ ചാണക വരളി എടുക്കാം, ചാണകം ഉണക്കിയത്. ചമാറോ കാ ശ്മശാൻ ഗാവ് കെ നിക്കടി ഹീത്ത. നമ്മുടെ ചമാറുകളുടെ ശ്മശാനം ഗ്രാമത്തിനടുത്തായിരുന്നു. ലേക്കിൻ ഉൺമേ ബൽഹാറോ കോ അപ്നെ മൂന്ത് ഫേങ്ക്നെ കി ഇജാസത്ത് നഹി തി. പക്ഷേ ആ ശ്മശാനത്ത് നമ്മുടെ ബൽഹാർ ജാതിയിൽപ്പെട്ടവരുടെ ശവം ദഹിപ്പിക്കാനുള്ള ഇജാസത്ത്, സമ്മതം ഉണ്ടായിരുന്നില്ല. മുർദെ ഫൂങ്കന എന്ന് പറഞ്ഞാൽ ശവം ദഹിപ്പിക്കുക. അത് ചമാരകളുടെ ശ്മശാനമാണ്. അവിടെ ഇവരുടെ ശവം ദഹിപ്പിക്കാനുള്ള പെർമിഷൻ ഇല്ല. കള്ളൻക്ക് മാക്കെ സമയ ബി ഏസി ഹി സംശയായി. കള്ളൻ്റെ അമ്മയുടെ സമയത്ത്, അതായത് കള്ളൻ്റെ അമ്മ മരിച്ച സമയത്തും ഇതേ പ്രശ്നമുണ്ടായിരുന്നു. ചമാറോനെ സാഫ് മനാ കർ ദിയാ താ. അന്നും ഈ ചമാർ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. ആരും അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗാവ് സെ ബാഹർ 3-4 കിലോമീറ്റർ ദൂർ ലേ ജാക്കർ ഫൂങ്കന പടാത്ത. അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് 3-4 കിലോമീറ്റർ ദൂരത്ത് പോയിട്ടാണ് ദഹിപ്പിച്ചത് നമ്മുടെ കള്ളൻ്റെ അമ്മയെ. ഇത്തനി ദൂർ സലോനി की को ले जाना लकड़ी उपले भी ले जाने थे. അങ്ങനെ ഇത്രയും ദൂരം പോകേണ്ടതുണ്ട്. ചമാറുകളുടെ ശ്മശാനത്തിൽ എന്തായാലും ദഹിപ്പിക്കാൻ അവർ സമ്മതിക്കില്ല. സലോണിയുടെ ശവവുമായിട്ട് ഒരുപാട് ദൂരം പോകണം. അതും ലക്കിടിയും ഈ ചാണക വരളിയൊക്കെ ആയിട്ടാണ് പോകേണ്ടത്. സൂരജ് ഓർ കള്ളൻ കി അലാവ കോയി നഹിത്ത. സൂരജയും കള്ളനുമല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ജോ ഇസ് കാര്യമേ ഹാത്ത് ബാണ്ടാ സക്താത്ത. സഹായിക്കാൻ, ഹാത്ത് ബാണ്ടന എന്ന് പറഞ്ഞാൽ സഹായിക്കാൻ. മദത് കർനെ കെ ലിയെ കോയി നഹിത്ത. बलहारों के मुर्दों को हाथ लगाने या शवयात्रा में शामिल होने घाव का कोई भी വ്യക്തി नहीं आया था. ബൽഹാറുകളുടെ ശവം കൊണ്ടുപോകാൻ, അത് തൊടാൻ, ആ ശവയാത്രയിൽ പങ്കെടുക്കാൻ ഷാമിൽ ഹോനെ ഗാവ് ക കോയി ബി വ്യക്തി നെഹി ആയാത്ത. ഗ്രാമത്തിൽ നിന്ന് ആരും വന്നില്ല. ജാത് ഉൻക രാസ്ത റോക്ക് രഹീത്തി. ജാതിയാണ് അവരുടെയൊക്കെ വഴികൾ തടയുന്നത്. ജാതിയുടെ പേരിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. കള്ളനെ കാഫി കോഷിഷ് കീത്തി. रविदास मंडल डॉक्टर अंबेडकर युवक सभा के लोगों से जाकर मिला था. ഒരുപാട് ദളിതർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്മിറ്റി ഉണ്ട് അവിടെ. രവിദാസ് മണ്ഡൽ, ഡോക്ടർ അംബേദ്കർ യുവക സഭ, അങ്ങനെ അവിടെയുള്ളവരൊക്കെ പോയിട്ട് കണ്ടു നമ്മുടെ കള്ളൻ. പക്ഷേ ഒരു വഴിയും ഉണ്ടായില്ല. ലേക്കിൻ കോയി ബി സാത്ത് ആനെ കോ തയ്യാർ നഹി താ. ആരും കൂടെ വരാൻ തയ്യാറായില്ല. അതങ്ങനെയാണ് അല്ലേ?
നേതാക്കന്മാരൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നേ പറയും, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പോരാടും. പക്ഷേ കാര്യം വരുമ്പം ആരും ഉണ്ടാവില്ല. കിസി ന കിസി ബഹാനെ വേ സബ് കന്നി കാട്ട് ഗയത്തെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരൊക്കെ ഒഴിഞ്ഞു മാറി. കിസി ന കിസി ബഹാനെ വേ സബ് കന്നി കാട്ട് ഗയെ. കന്നി കാട്ടെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഇവിടെ പോയപ്പോൾ ഈ ഓഫീസിലൊക്കെ അവർ പോയി, കള്ളൻ. റെയിൽവേ കോളനി മേ അംബേദ്കർ ജയന്തി കെ ഭാഷൺ ഉസേ യാദ് ആനെ ലഗത്തെ. നമ്മുടെ കള്ളൻ എവിടെ ജോലി ചെയ്തിരുന്നത്? റെയിൽവേ കോളനിയിലാണല്ലേ. അപ്പോൾ അവിടുത്തെ അംബേദ്കർ ജയന്തിക്ക് ഭാഷൺ എന്ന് പറഞ്ഞാൽ പ്രസംഗം, അംബേദ്കർ ജയന്തിയിൽ ഉണ്ടായ ആ ഒരു പ്രസംഗമാണ് ഈ സമയം നമ്മുടെ കള്ളന് ഓർമ്മ വരുന്നത്. വെറുതെ പ്രസംഗിക്കുക മാത്രമേ ചെയ്യുള്ളൂ, പ്രവർത്തിക്കില്ല. ഉസേ ഉൻ തമാം വിചാരോं को झटक दिया था. ഉസ്നെ നമ്മുടെ കള്ളൻ അവരുടെ പ്രഭാഷണം നടത്തി അല്ലെങ്കിൽ പ്രസംഗം നടത്തുന്ന അവരുടെ ഒട്ടുമിക്ക ചിന്തകളും, തമാം വിചാർ ചിന്തകൾ, ജഡക് ദിയാത്ത് അത് ഓർക്കുകയായിരുന്നു. ഗഹരി വിദർശന ഉസ്കെ ഭീതർ ഉട്ട് രഹി തി. ഒരുപാട് വെറുപ്പാണ്, ആഴ നിറഞ്ഞ വെറുപ്പുകളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഉसे लगा वे तमाम भाषण खोखले और बेहद बनावटी थे. അവരുടെയൊക്കെ ഭാഷണം, പ്രസംഗങ്ങളൊക്കെ ഒട്ടുമിക്ക പ്രസംഗങ്ങളും പൊള്ളയാണ്, കോക്കലെ പൊള്ളയാണ്. അതുപോലെ തന്നെ ബേഹദ് ബനാവട്ടിത്തെ വളരെയധികം കൃത്രിമം നിറഞ്ഞതാണ്, ആർട്ടിഫിഷ്യലാണ്. അത് ശരിയാണ്. വലിയ വലിയ നേതാക്കന്മാർ വലിയ പ്രഭാഷണങ്ങളൊക്കെ നടത്തും, പ്രസംഗങ്ങളൊക്കെ നടത്തും. അത് ചെയ്യാം, ഇത് ചെയ്യാം, ഞങ്ങളുണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എല്ലാം എന്തെങ്കിലുമൊക്കെ സഹായത്തിന് വേണ്ടി ചെല്ലുമ്പോഴേ അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാവുകയുള്ളൂ. എല്ലാം കൃത്രിമമാണെന്ന് ഇവിടെ കള്ളന് തോന്നുകയാണ്. कल्लन ने सूरजा से कहा, बापू और देर मत करो. उन दोनों ने कपड़ों में लिपटे सलोनी के शव को उठा लिया था. അങ്ങനെ കള്ളൻ സൂരജയോട് പറയാണ്, അച്ഛാ ബാപ്പു ഇനി വൈകിക്കേണ്ട. അങ്ങനെ രണ്ടുപേരും വസ്ത്രത്തിൽ ചുറ്റിപ്പൊതിഞ്ഞ, ലിപ്പട്ടെ എന്ന് പറഞ്ഞാൽ ചുറ്റിപ്പൊതിഞ്ഞ സലോനിയുടെ ശവശരീരത്തെ ഉയർത്തി, ഉഠാലിയ. സ്ത്രീയോ കെ ശ്മശാൻ ജാനെ കാ റിവാസ് ബൽഹാറോ മേ നഹി താ. സ്ത്രീകൾക്ക് ശ്മശാനത്ത് പോകാൻ അവിടെ അനുവാദം ഉണ്ടായിരുന്നില്ല. ആ ഒരു സമ്പ്രദായം ബൽഹാറിൽ ഉണ്ടായിരുന്നില്ല. റിവാസ് സമ്പ്രദായം, സ്ത്രീകൾക്ക് അധികാരം ഉണ്ടായിരുന്നില്ല. लेकिन संत और सरोज के लिए इस रिवाज को तोड़ देने के अलावा कोई और रास्ता नहीं बचा था. പക്ഷേ സന്തോക്കും സരോജിക്കും ആ ഒരു സമ്പ്രദായം തകർക്കുകയല്ലാതെ വേറൊരു വഴിയും അവരെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. കാരണം വേറെ ആരും സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല. संतों ने लकड़ियों का गट्ठर सिर पर रखकर हाथ में आग और हांडी उठा लिए थे. संतो വിറകിൻ്റെ കെട്ട്, ഗട്ടർ സിർപ്പറക്കുക തലയിൽ വെച്ചിട്ട്, വിറകിൻ്റെ കെട്ട് തലയിൽ വെച്ചിട്ട്, ഹാത്മേ ആഗ് കയ്യിൽ തീയും, അതുപോലെ ഹാണ്ടി ഉട്ടാലിയെത്തി. ഹാണ്ടി എന്ന് പറഞ്ഞാൽ മൺകലം, ശവസംസ്കാരം നടത്താനുള്ള മൺകലവും വിറകിൻ്റെ കെട്ട് തലയിലും വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് നമ്മുടെ സന്തോ. പീछे पीछे സരോജ് उपलों से भरा टोकरा लिए चल पड़ी थी. പിന്നിലായിട്ട് നമ്മുടെ സരോജ് उपलों से भरा ചാണകം നിറച്ച, ഉണങ്ങിയ ചാണകം നിറച്ച ടോക്കറ, ടോക്കറ എന്ന് പറഞ്ഞാൽ കൊട്ടയുമായിട്ടാണ് നമ്മുടെ സരോജും നിൽക്കുന്നത്. ഈ ശവയാത്ര को देखने के लिए ചമാരിൻ अपनी छतों पर चढ़ गई थी. അവരുടെ ഈ ശവയാത്ര കാണാൻ വേണ്ടിയിട്ട് ചമാർ സ്ത്രീകൾ, ചമാരിൻ എന്ന് പറഞ്ഞാൽ ചമാറിൽപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാർ, അവരുടെ സ്ത്രീകൾ, അപ്പനി ചത്തോപ്പർ തൻ്റെ മട്ടുപ്പാവിൽ, ടെറസിൽ കയറി നിന്നിട്ട് ഇത് നോക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ശവയാത്ര. ഇങ്ങനെ മൺകലവും ചാണകവും വിറകും അതുപോലെ സലോനിയുടെ ശവശരീരമൊക്കെ ആയിട്ട് പോകുന്നത് കാണാൻ ആകെ കുടുംബം മാത്രമാണുള്ളത്. ശരിക്കും ഒരു ശവസംസ്കാരത്തിന് പോകുമ്പോൾ ഒരുപാട് പേരുണ്ടാവും, പക്ഷെ ഇവിടെ ആരുമില്ല. ജാതിയുടെ പേരിലാണ് ഇവർ ഈ ഒറ്റപ്പെട്ട അവസ്ഥ ഇവരനുഭവിക്കുന്നത്. ആരും തിരിഞ്ഞു നോക്കുന്നില്ല.
ഉത്തര ഭാരതത്തിൽ ഇപ്പോഴും ഇതുപോലെയുള്ള സ്ഥിതികൾ ഉണ്ട്. അങ്ങനെ ഈ സമ്പന്നരായ ചമാർ സ്ത്രീകൾ തൻ്റെ മട്ടുപ്പാവിൽ അല്ലെങ്കിൽ ടെറസിൽ നിന്നുകൊണ്ട് ഇത് നോക്കി നിൽക്കുന്നുണ്ട്. ഉൻകി ആങ്കോം കെ ഖോർ ബിഗെ ഹുവേത്തെ, അവരുടെ കോണുകൾ, കോർ എന്ന് പറഞ്ഞാൽ കോണാണ്, ബിഗെ ഹുവേത്തെ നനയുന്നുണ്ടായിരുന്നു. അതായത് അവർക്ക് സങ്കടം വരുന്നുണ്ട് ഈ സ്ത്രീകൾക്ക്, ഈ ചമാർ സ്ത്രീകൾക്ക്. ലെക്കിൻ ബേബസ്തി, പക്ഷെ അവർ വിവശരാണ്, അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വിവശരാണ്, നിവൃത്തിയില്ല. അപ്നെ ദായരമേ കൈദ്, ആ സ്ത്രീകളൊക്കെ അവരുടെ അതിർത്തിയിൽ തടവിലാക്കപ്പെട്ടവരാണ്. കൈദ്, തടവിലാക്കപ്പെട്ടവർ. കാരണം സ്ത്രീകൾക്ക് ഇപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, സമ്പന്നരായിക്കോട്ടെ, താഴ്ന്ന ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് തടവിലാക്കപ്പെട്ടവരെ പോലെയായിരുന്നു. സ്ത്രീകളും അവിടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല, സമ്പന്നര കൂട്ടത്തിലാണെങ്കിലും. ബൽഹാർ തോ ആക്കിൽ ബൽഹാർ ഹീത്തെ, ബൽഹാർ തന്നെയായിരുന്നു. ബൽഹാറുകൾക്ക് ബൽഹാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. अपने ही नहीं उन्हें तो दूसरों के मुर्दे भी टोने की आदत थी. സ്വന്തം സംസ്കാരം നടത്തുക അല്ലെങ്കിൽ വഹിച്ചു കൊണ്ടുപോവുക മാത്രമല്ല, മറ്റുള്ളവരുടെയും ശവത്തെ വഹിക്കാനും സ്വന്തം ശവത്തെ വഹിക്കാനുമുള്ള വിധിയാണ് അവർക്കുള്ളത്. അതാണ് അവരുടെ ശീലം. മുർദോബി ടോന എന്ന് പറഞ്ഞാൽ വഹിക്കുക, ശവശരീരം വഹിക്കാൻ, സ്വന്തം ശവശരീരം വഹിക്കാനും മറ്റുള്ളവരുടെ ശവശരീരം വഹിക്കുക എന്നതാണ് ഈ ബൽഹാർ ജാതിയിൽപ്പെട്ടവരുടെ യോഗം, വിധി, അവരുടെ ശീലം. ചമാറോं का गाँव और उसमें एक ബൽഹാർ പരിവാർ, ചമാറുകളുടെ ഗ്രാമം, അതിലൊരു ബൽഹാർ കുടുംബം. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. चमारों के गांव में एकमात्र बल्हार परिवार, यहाँ जाति एक सबसे बड़ा समस्या है. जाति के वजह से यहाँ सब समस्या पैदा हुए हैं. अपने अनुभव यहाँ व्यक्त किया है. कौन? हमारे लेखक ओम प्रकाश वाल्मीकि जी ने. उत्तर भारत में ऐसे समस्याएं रोज़ होते हैं. इसको दूर करना हमारा कर्तव्य है. शिक्षित लोग भी दलितों को शोषण करते हैं. इसी तरह की समस्याएं हम रोज़ समाचार पत्र पर और टीवी चैनल में देखते हैं, पढ़ते हैं. ये तो बड़ी सोचने की बात है. इसको कैसे हम दूर करूं, क्योंकि शिक्षित लोग भी इनके शोषण करने में साथ लगे हुए हैं और हमारे न्याय व्यवस्था भी बदलना पड़ेगा. आशा करता हूँ आप लोगों को ये दलित कहानी पसंद आए होंगे. धन्यवाद.